നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജനനം മുതൽ തന്നെ നാഗങ്ങളുടെ അനുഗ്രഹമുള്ള 11 നക്ഷത്രങ്ങൾ: ഭരണി, രോഹിണി, ആയില്യം, അത്തം, തിരുവാതിര, പൂരം, പൂരാടം, തൃക്കേട്ട, രേവതി, ചതയം, തിരുവോണം. നമ്മുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമായി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്: നാഗങ്ങൾ. പണ്ടുകാലം മുതൽ നാഗരൂപത്തിൽ ദൈവങ്ങൾ മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്ന വിശ്വാസം വളരെ ശക്തമാണ്. ചില നക്ഷത്രക്കാർക്ക് ജനനം മുതൽ തന്നെ നാഗങ്ങളുടെ ദൈവിക കൃപ അനുഗ്രഹമായി ലഭിക്കുന്നു. അവർക്ക് കഷ്ടതയിൽ നിന്ന് അത്ഭുത രക്ഷ, ദീപ്തമായ ബുദ്ധി, ആത്മശക്തി, പെട്ടെന്നുള്ള ഭാഗ്യം എല്ലാം വളരെ സാധാരണമാണ്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ജനനം മുതൽ നാഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്ന 11 നക്ഷത്രങ്ങൾ. എങ്ങനെയാണ് ഈ അനുഗ്രഹം പ്രവർത്തിക്കുന്നത്? എന്താണ് ഇവരുടെ പ്രത്യേകത? ജീവിതത്തിൽ എന്താണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത്? വീഡിയോ മുഴുവനുമായി കണ്ടാൽ അവസാനത്തിൽ നിങ്ങൾക്കൊരു വലിയ സത്യം മനസ്സിലാകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കുക. ആദ്യത്തെ നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാഗശക്തി ഒരു വിശ്വാസമല്ല, ജന്മബന്ധം തന്നെയാണ്. ഇവർക്ക് ജന്മം കൊണ്ടുള്ള ഒരു അദൃശ്യമായ സംരക്ഷണ വലയമുണ്ട്. അവരുടെ ചുറ്റും ഒരു ദിവസം പോലും ചിലവഴിച്ചാൽ ഈ ആളുകളിൽ എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ലോകം തന്നെ തിരിച്ചറിയും. ആയില്യക്കാർക്ക് മനസ്സിലൊരു ഗൗരവവും മുഖത്ത് ഒരു ശാന്തതയും അകത്തൊരു മഹാശക്തിയും ഒളിഞ്ഞിരിക്കുന്നു. അവർക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഒരു അറിയാത്ത ആഴം അനുഭവിക്കാം. ഇവരിൽ എന്തോ പറയാനാവാത്ത ദൈവിക കമ്പനമുണ്ട്. സ്വപ്നങ്ങൾ ഇവർക്ക് സാധാരണ സ്വപ്നങ്ങളല്ല. അവിടെ പലപ്പോഴും സൂചനകളും മുന്നറിയിപ്പുകളും അനുഗ്രഹങ്ങളും വരും. ഒരിക്കൽ ഇവർ മനസ്സിൽ നിന്നും പ്രാർത്ഥിച്ചാൽ അത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ദേവതയിലേക്ക് നേരിട്ട് എത്തുന്ന ശക്തിയാണത്. മറ്റുള്ളവർക്ക് ഫീലാകാത്തടുത്തു പോലും ആയില്യം നക്ഷത്രക്കാർക്ക് ദൂരെ മുതൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി തിരിച്ചറിയും. അവർ ഒരാളെ കണ്ടാലും, ഒരു വീട്ടിൽ കയറുമ്പോഴും, ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് പോലും ഹൃദയം തന്നെ ചൊല്ലും, ഇവിടെയൊന്നും ശരിയല്ല. അതാണ് നാഗങ്ങളുടെ ശക്തി. ദോഷം വരുന്നതിന് മുമ്പ് കാണാനുള്ള സ്വാഭാവികമായ അനുഗ്രഹം ഇവർക്കുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നാഗദേവതയുടെ അനുഗ്രഹം രക്ഷയും ധൈര്യവും രൂപത്തിൽ ജന്മസിദ്ധമായി ലഭിക്കുക എന്നതാണ് വിശ്വാസം. അവരുടെ തേജസ്സും മനസ്സും മറ്റുള്ളവരിൽ നിന്ന് വ്യക്തമായി തോന്നും. ഒരു മുറിയിൽ ഭരണിക്കാർ കയറുമ്പോൾ പോലും അവരുടെ എനർജി മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ വലിയ കഷ്ടതകൾ അവരെ തേടി വന്നാൽ പോലും, ബാധ നേരിട്ട് മുഖത്ത് തട്ടിയാലും അവർ അതിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെടും. തളരും, മാറി നിൽക്കും, പക്ഷേ ഒരിക്കലും തകർന്നു പോകുന്നില്ല. കാരണം ഇവരുടെ മേൽ നാഗദേവതയുടെ ശക്തി ഒഴുകുന്നു എന്ന് പഴമക്കാർ പറയുന്നു. അടുത്തത് അത്തം നക്ഷത്രം. ശുദ്ധവും ദൈവികവുമാണ്. ഇവരുടെ ഈ ശുദ്ധത തന്നെയാണ് നാഗശക്തിയെ സ്വാഭാവികമായി അവരിലേക്ക് ആകർഷിക്കുന്നത്. അത്തക്കാർ സാധാരണ ആളുകളല്ല. മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരും ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരും ഒരിക്കലും ദോഷം ചിന്തിക്കാനാകാത്തവരുമാണ്. അവർക്കൊണ്ടൊരു വിശേഷം: ലോകം തലകീഴായാലും മനസ്സിന്റെ സമത്വം ഇവർ കാത്തുസൂക്ഷിക്കും. വേദന ഉള്ളിൽ ഒതുക്കും, പക്ഷേ പുറത്തു ചിരി മാത്രം. ദോഷമോ നെഗറ്റീവ് എനർജിയോ അത്തക്കാരെ എത്ര ശ്രമിച്ചാലും അടുക്കാനാവില്ല. അവരുടെ ഹൃദയശുദ്ധി തന്നെ ഒരുപാട് വലിയ കവചമാണ്. ഈ നക്ഷത്രക്കാർ വിഷമത്തിലോ തളർച്ചയിലോ ആയിക്കഴിഞ്ഞാൽ നാഗങ്ങളുടെ ശക്തി അവരെ അകത്തുനിന്ന് പിടിച്ചു നിർത്തും, ധൈര്യം നൽകും, ശക്തി നൽകും, കഴിഞ്ഞു പോകാൻ വഴികാട്ടും. അടുത്തത് രോഹിണി നക്ഷത്രം. രോഹിണിക്കാർ നാഗങ്ങളുടെ അനുഗ്രഹം സൗന്ദര്യത്തിലും സമൃദ്ധിയിലും കാണാം. ഇവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നുള്ള ഭാഗ്യം, പെട്ടെന്നുള്ള വളർച്ച, ശക്തമായ ബന്ധങ്ങൾ എല്ലാം വരുന്നത് നാഗശക്തി കൊണ്ടാണ്. നാഗങ്ങൾ രോഹിണിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നു. കാരണം അവരുടെ മനസ്സിൻ്റെ ശുദ്ധിയും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവും തന്നെയാണ് ഇതിനു കാരണം. അടുത്തത് തിരുവാതിര നക്ഷത്രം. തിരുവാതിരക്കാർക്ക് ഒരു അത്ഭുത പോലെ
അകത്ത് മുന്നറിയിപ്പ് ശക്തിയുണ്ട്. ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിൽ അല്പം തരംഗമായി ഉയരും. അവർക്ക് അതെന്താണെന്ന് പോലും ഫുള്ളായി പറയാൻ സാധിക്കില്ല. പക്ഷേ എന്തോ നടക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകും. ഇത് സാധാരണമല്ല. നാഗങ്ങളുടെ ദൈവിക അനുഗ്രഹം അവർക്കൊപ്പം നിന്നിറങ്ങി നിൽക്കുന്നതാണ് എന്നാണ് പരമ്പരാഗത വിശ്വാസം. തിരുവാതിരക്കാരുടെ ഊർജം വളരെ ശക്തമാണ്. ജീവിതത്തിൽ പലപ്പോഴും അവർ ഒറ്റപ്പെട്ടിട്ടുണ്ടാകും. അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള കുഴപ്പങ്ങളിൽ നിന്ന്, വലിയ നഷ്ടങ്ങളിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെടുന്നത് നാഗാനുഗ്രഹം തന്നെയാണെന്ന് പലരും വിശ്വസിക്കുന്നു. തിരുവാതിരക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ വീഴാം, പക്ഷേ ഒരു അദൃശ്യ ശക്തി അവരെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കലാപരമായ ആളുകളാണ്. ഇവരുടെ മനസ്സിൽ ഒരു സ്വാഭാവിക സൗന്ദര്യവും ഉള്ളിലൊരു ദൈവിക പ്രകാശവും. നാഗങ്ങളുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഒരു അതിശക്തമായ ആകർഷണ ശേഷിയായി പ്രവർത്തിക്കുന്നു. അവർ എവിടെ എത്തിയാലും മറ്റുള്ളവരവരോട് സ്വാഭാവികമായി അടുക്കും. അവരുടെ സാന്നിധ്യം തന്നെ ഒരു ചാരുതയാണ്. ഈ നക്ഷത്രക്കാർക്ക് നാഗങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ കരുണ, ദയ, മനസ്സിൻ്റെ ശുദ്ധി എന്നിവ തന്നെയാണ്. അവർ ആരെയും ഉദ്ദേശപൂർവ്വം വേദനിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ തങ്ങളുടെ കാര്യങ്ങൾ പോലും ത്യജിക്കുന്നവരാണ്. വളരെ തെളിച്ചവും ശാന്തിയും നിറഞ്ഞതാണ് പൂരം നക്ഷത്രക്കാരുടെ മുഖത്ത് കാണുന്ന ആ പ്രകാശം തന്നെ നാഗങ്ങളുടെ ദൈവിക അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാഗശക്തി ഒരു വലിയ ദൈവിക ശക്തി അവയാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ജീവിതം പലപ്പോഴും തീരം മാറുന്ന ഒരു നദി പോലെ. ഒരിക്കൽ വലിയ ഉയരം, അടുത്ത നിമിഷം ഒരു താണുവീഴ്ച, പിന്നീട് അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പ്. ഇതെല്ലാം കർമ്മശുദ്ധീകരണം തന്നെയാണ്. നാഗങ്ങളുടെ കാവലും ശിക്ഷയും അവരുടെ ജീവിതത്തിൽ ഈ രീതിയിൽ പ്രകടമാകുന്നു. പുറമേ കണ്ടാൽ ഇവരുടെ ജീവിതം അല്പം അവ്യക്തമാണെന്ന് തോന്നാം. പക്ഷേ ഓരോ സംഭവങ്ങളും അവരെ കൂടുതൽ ശക്തരാക്കാനുള്ള ദൈവിക പരീക്ഷണങ്ങളാണ്. പൂരാടം നക്ഷത്രക്കാരെ നാഗങ്ങൾ നിരീക്ഷിക്കുകയും വേദന നൽകിയാലും അതിൻ്റെ പിറകിലെ വലിയ അനുഗ്രഹവും രക്ഷയും നൽകുകയും ചെയ്യും. ജീവിതത്തിൽ അവർ നേടുന്ന ഏറ്റവും വലിയ വിജയങ്ങൾ നഷ്ടങ്ങൾക്ക് ശേഷമാണ് നൽകാറുള്ളത്. അതാണ് ഇവരുടെ പ്രത്യേകതയും നാഗങ്ങളുമായുള്ള ആത്മബന്ധത്തിൻ്റെ തെളിവും. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ ആത്മീയമായി അത്യന്തം ശക്തിയുള്ളവർ. നാഗങ്ങളുടെ അനുഗ്രഹം ഇവർക്ക് കിട്ടുന്ന ആത്മജ്ഞാനം സാധാരണ മനുഷ്യർക്ക് ബാധകമല്ലാത്തതുപോലെ ഗഹനമാണ്. സ്വപ്നങ്ങളിലും ധ്യാനത്തിലും ഉയർന്നു വരുന്ന ദൈവിക ദർശനങ്ങൾ ഇവർക്ക് ഒരു മാർഗദീപം പോലെ. തൃക്കേട്ടക്കാരുടെ ആന്തരധൈര്യവും സൂക്ഷ്മബോധവും മറ്റു നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് അളക്കാനോ മനസ്സിലാക്കാനോ പോലും കഴിയാത്ത അതുല്യമായ ശക്തിയാണ്. ഇവർ മനുഷ്യരെക്കാൾ ഒരുപടി മുൻപിൽ കാണുന്നവരാണ്. അടുത്തത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരുടെ ഹൃദയം പൊന്നിനേക്കാൾ ശുദ്ധവും മൃദുവും. അവരുടെ സ്നേഹം, കരുണ, ഏറ്റവും ചെറുതായ ഒരു സത്കർമ്മം പോലും നാഗശക്തിയെ ആകർഷിക്കാൻ ശക്തമാണ്. രേവതിക്കാർ മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കുമ്പോൾ തന്നെ ഉരുകുന്ന ആത്മാക്കളാണ്. അതിനാലാണ് ഇവരുടെ ജീവിതത്തിൽ നാഗങ്ങളുടെ അനുഗ്രഹവും സംരക്ഷണവും സമൃദ്ധിയും എന്ന് രണ്ട് രൂപത്തിൽ ലഭിക്കുന്നത്. രേവതിക്കാർ എവിടെ പോയാലും ദൈവിക അനുഗ്രഹം അവർക്ക് കൂടെയുണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രം. ചതയക്കാർ പ്രകൃതി നൽകിയ ആഴത്തിലുള്ള ചിന്തകരാണ്. നാഗ അനുഗ്രഹം ഇവർക്ക് നൽകുന്നത് മനസ്സിലെ വ്യക്തതയും ദീർഘകാല സംരക്ഷണവും തന്നെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, കുഴപ്പങ്ങൾ വരും. പക്ഷേ ചതയക്കാർ ഒരിക്കലും തകർന്നു പോയ നിലയിൽ താഴേക്ക് വീഴാറില്ല. അവരെ ഉയർത്തിപ്പിടിക്കുന്ന അദൃശ്യമായ ദൈവിക കൈകൾ എന്നൊരു സംരക്ഷണം ഇവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചതയക്കാരുടെ ആത്മീയ പക്വത വളരെ ചെറുപ്പം മുതലേ തുടങ്ങും. ഇവർ കാണുന്നതിലും കേൾക്കുന്നതിലും കൂടുതലാണ് മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നത്. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർ ശാന്തരും നിയന്ത്രിതരുമായ ദൈവിക മനസ്സുള്ള ആളുകളാണ്. നാഗങ്ങളുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ജീവിതത്തിൽ പുരോഗതിയും നൽകും. അവർക്കുള്ള ഏറ്റവും വലിയ ക്ഷമ. തടസ്സങ്ങൾ വന്നാലും അവർ അത് കണ്ട് പേടിച്ചു നിൽക്കില്ല. യോഗ്യമായ സമയത്ത് മുന്നോട്ടു പോകും.
തിരുവോണക്കാർക്ക് നാഗശക്തിയുടെ ദൈവിക സംരക്ഷണം ജീവിതത്തെ ഒടുവിൽ ശാന്തിയിലും സ്ഥിരതയും നിറഞ്ഞ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഈ 11 നക്ഷത്രക്കാരും ജന്മാത്മാവിൽ തന്നെ ഒരു ദൈവിക ബന്ധം കൊണ്ടാണ് നടക്കുന്നത്. നാഗങ്ങളുടെ സംരക്ഷണ ഊർജം. അതിനാലാണ് ഇവരുടെ ജീവിതത്തിൽ എത്ര കൊടുങ്കാറ്റുകൾ വന്നാലും അവസാനം അതിശക്തമായ രീതിയിൽ ശാന്തിയും ഭാഗ്യവും തിരിച്ചെത്തുന്നത്. നിങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇവരിൽ ഒരാളുണ്ടോ? അവരെക്കുറിച്ച് ഒരിക്കലും പേടിക്കണ്ട. അവരെക്കുറിച്ച് പറയേണ്ട ഒരു വാക്കുണ്ട്: നിങ്ങളെ നാഗദേവതകൾ സംരക്ഷിക്കുന്നു. ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പോലെ സാധാരണയല്ല. അവർക്കുള്ള ഓരോ തിരിച്ചടിയും ശക്തിയാക്കാൻ ദൈവം തന്നെയാണ് വഴിയൊരുക്കുന്നത്. ജീവിതത്തിൽ ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ നാഗങ്ങളുടെ അനുഗ്രഹത്തോടെ ഇവർക്ക് തുറന്നു കിട്ടും. എത്ര വേദന വന്നാലും അവസാനം ഒരു അനുഗ്രഹം, ഒരു അത്ഭുതം ഉണ്ടാകും. അത് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ദൈവിക പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.